ഇരിമ്യാവ് 31 1 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ഞാൻ ഇസ്രായേലിന്റെ സകല വംശങ്ങൾക്കും ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: വാളിനു തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഞാൻ ഇസ്രായേലിന് വിശ്രാമം വരുത്തുവാൻ പോകുന്നു. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളിച്ചെയ്തത്: നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേലോട് തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. നീ ഇനി സമയപർവ്വതങ്ങളിൽ മുന്തിരിത്തോട്ടമുണ്ടാക്കും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. എഴുന്നേൽപ്പി, നാം സിയോനിലേക്ക്, നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് കയറിപ്പോക എന്ന് കാവൽക്കാർ എഫ്രൈം മലനാട്ടിൽ വിളിച്ചു പറയുന്ന നാൾ വരും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: യാക്കോബിനെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പിൻ, ജാതികളുടെ തലവനെ കൊച്ചു സന്തോഷിച്ചാർപ്പിടുവിൻ. ഘോഷിച്ചും സ്തുതിച്ചും കൊണ്ട് യഹോവേ, ഇസ്രായേലിന്റെ ശേഷിപ്പായിരിക്കുന്ന നിന്റെ ജനത്തെ രക്ഷിക്കണമേ എന്ന് പറവിൻ. ഞാൻ അവരെ വടക്ക് ദേശത്ത് നിന്ന് വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവരെയും അവരുടെ കൂടെ കുരുടനെയും മുടന്തനെയും ഗർഭിണിയെയും നോവ് കിട്ടിയവളെയും എല്ലാം ശേഖരിക്കുകയും ചെയ്യും. അങ്ങനെ വലിയൊരു സംഘം ഇവിടേക്ക് മടങ്ങി വരും. അവർ കരഞ്ഞുകൊണ്ടുവരും. യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും. അവർ ഇടറിപ്പോകാതെ നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും. ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രൈം എന്റെ ആദിജാതനുമല്ലോ. ജാതികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു. ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കും എന്ന് പറവിൻ. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. അവർ വന്ന് സിയോൻ മുകളിൽ കയറി ഘോഷിച്ചുല്ലസിക്കും. ധാന്യം, വീഞ്ഞും, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മയിലേക്ക് ഓടിവരും. അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാകും. അവർ ഇനി ക്ഷീണിച്ചു പോകുകയുമില്ല. അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും. എന്റെ ജനം എന്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: രാമേല് ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു. അവർ ഇല്ലായ്ക്കാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. അവർ ശത്രുവിന്റെ ദേശത്ത് നിന്ന് മടങ്ങി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നീ എന്നെ ശിക്ഷിച്ചു. മരുക്കമില്ലാത്ത കാളക്കുട്ടിയെ പോലെ ഞാൻ ശിക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തണമേ. നീ എന്റെ ദൈവമായ യഹോവയല്ലോ. ഞാൻ തെറ്റിപ്പോയ ശേഷം അനുതപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമേൽ അടിച്ച് നാണിച്ചും ലജ്ജിച്ചുമിരിക്കുന്നു. എന്റെ വനത്തിൽ നിന്നെയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എഫ്രൈമിൽ ലഭിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു. എഫ്രൈം എന്റെ വാത്സല്യപുത്രനോ ഓമനക്കുട്ടിയോ. ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ള അവനെ ചൊല്ലി ഉരുകുന്നു. ഞാൻ അവനോട് കരുണ കാണിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ അടയാളങ്ങളെ വെക്കുക, കൈ ചൂണ്ടികളെ നാട്ടുക. നീ പോയ പെരുവഴി മനസ്സിൽ വെച്ചുകൊള്ളുക. ഇസ്രായേൽ കന്യകെ, മടങ്ങി വരിക. നിന്റെ ഈ പട്ടണങ്ങളിലേക്ക് തന്നെ മടങ്ങി വരിക. വിശ്വാസത്യാഗിനിയായ മകളെ, നീ എത്രത്തോളം ഉഴന്ന് നടക്കും? യഹോവ ദേശത്ത് ഒരു പുതുമ സൃഷ്ടിക്കുന്നു. സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ
അവർ ഇനിയും യഹൂദാദേശത്തും അതിലെ പട്ടണങ്ങളിലും നീതി നിവാസമേ, വിശുദ്ധ പർവ്വതമേ, യഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ വാക്കു പറയും. അതിൽ യഹൂദയും അതിന്റെ സകല നഗരവാസികളും കൃഷിക്കാരും ആട്ടിൻകൂട്ടങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നവരും ഒരുപോലെ പാർക്കും. ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും, വിശന്നു ക്ഷീണിച്ചിരിക്കുന്ന ഏവനും ഞാൻ തൃപ്തി വരുത്തും. ഇതെങ്കിൽ ഞാൻ ഉണർന്ന് എന്റെ നിദ്ര എനിക്ക് സുഖകരമായിരിക്കുന്നു എന്ന് കണ്ടു. ഞാൻ ഇസ്രായേൽ ഗൃഹത്തിലും യഹൂദാഗൃഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവിടെ മേൽ ജാഗരിച്ചിരിക്കുന്ന പോലെ പണിവാനും നടുവാനും അവിടെ മേൽ ജാഗരിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പന്മാർ പച്ച മുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചെന്ന് അവർ അന്നാളിനും പറയുകയില്ല. ഓരോരുത്തൻ താന്റെ അകൃത്യ നിമിത്തം അത്രേ മരിക്കുന്നത്. പച്ച മുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ല് പുളിക്കേയുള്ളൂ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനിയും അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആ ബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രന്റെ നക്ഷത്രങ്ങളുടെ വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമുള്ളവനുമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ വ്യവസ്ഥ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുവെങ്കിൽ ഇസ്രായേൽ സന്തതിയും സദാകാലം എന്റെ മുമ്പിൽ ഒരു ജാതി ആകാത്തവണ്ണം മുടിഞ്ഞു പോകും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. മീതെ ആകാശത്തെ അളക്കുവാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ശോധന ചെയ്യുവാനും കഴിയുമെങ്കിൽ ഞാനും ഇസ്രായേൽ സന്തതിയൊക്കെയും അവർ ചെയ്ത സകല നിമിത്തവും തള്ളിക്കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ നഗരം ഹനനേൻ ഗോപുരം മുതൽ കോൺ വാതിൽ വരെ യഹോവയ്ക്കായി പണിവാനുള്ള കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അളവ് ചരട് പിന്നെയും നേരെ ഗാരെ കുന്നിലേക്ക് ചെന്ന് ഗോവാഹിലേക്ക് തിരിയും. ശവങ്ങൾക്കും വെണ്ണീരിനും ഉള്ള താഴ്വര മുഴുവനും കൃതോൻ തോട് വരെയും കിഴക്കോട്ട് കുതിരവാതിലിന്റെ കോണ് വരെയുമുള്ള നിലങ്ങൾ മുഴുവനും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. അതിനെ ഇനി ഒരു നാളും പറിച്ചു കളയില്ല, ഇടിച്ചു കളയുമില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.